എട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാടേ അമ്പത്തീരടി കളരിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. എട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാടേ അമ്പത്തീരടി കളരിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. പച്ചനെല്ലിൻ കതിരുകൾ കൊത്തി പറക്കും പൈങ്കിളിത്തത്തെ നീ കണ്ടോ പൊന്നാരമ്പൻ കളരി കണ്ടോ തകതികുതൈ. എട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാടേ അമ്പത്തീരടി കളരിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. പട്ടുതൊപ്പി കുപ്പായങ്ങൾ വെള്ളിപ്പിടിയതു പിച്ചാങ്കത്തി മിന്നുന്ന വാളുറുമി ചായപ്പടിതോ തകതികുതൈ. എട്ടുനാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാടേ അമ്പത്തീരടി കളരിയ വാവാ കളരി ഗുരുനാഥനെ വാവാ. തകതികുതക 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 തകതികുതക. എത്രയോ പതിറ്റാണ്ട് കാലത്തെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് അരിയാർ എരുമേലി എന്നുള്ള പേര്. ഞങ്ങളതിനെ പരിചയപ്പെടുന്ന പമ്പയിൽ വെച്ചിട്ടാണ്. പമ്പയിൽ മലനാട് ടി വിക്ക് മുമ്പ് ഞാൻ NCV എന്ന് പറയുന്നൊരു ചാനലാണ് കോന്നിയിൽ നിന്ന് കേബിൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ 41 ദിവസം മണ്ഡലകാലത്ത് ശബരിമലയിൽ നിന്നും ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പമ്പയിലെത്തിയപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള അലിയാർ എരുമേലി ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ആ മാധ്യമത്തിൻ്റെ മാറ്റങ്ങളുണ്ടാകണം. അത്തരം മാറ്റങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിലേക്ക് മാറ്റങ്ങളിൽ വരുത്താൻ പറ്റും. എന്തായാലും നിങ്ങളുടെ ഈ ഒരു നെറ്റ്വർക്കിന് വലിയൊരു പേരുണ്ട്, നാഷണൽ നെറ്റാണ്. ദേശീയ തലത്തിൽ നമ്മളുടെ ചാനലിനും ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചാനൽ, ദേശീയ ഉഗ്രഥനം ഞങ്ങളുടെ ഒരു വലിയ കാര്യമാണ്. അതിൽ നാഷണൽ നെറ്റ് എന്ന് പറയുമ്പം ഒരു വലിയ ശൃംഖലയാണ്, ഒരു ദേശീയ ശൃംഖലയാണ്. ആ ദേശീയ ശൃംഖലയിലേക്ക് ഈ ഗ്രാമത്തിൽ നിന്ന് ഉയർത്തിയ ഈ ഒരു തിരുനാളം എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്നാലും യൂട്യൂബ് ചാനലും ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അനൗൺസ് ചെയ്യുന്നു. ഓക്കെ, വോളിയം വെച്ചിട്ടുണ്ട്. ബഹുമാന്യരെ, നമ്മുടെ നാഷണൽ നെറ്റ് ചാനലിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട മലനാട് TV ഡയറക്ടർ ജയേഷ് സാർ നിർവഹിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രവർത്തനവും അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും അദ്ദേഹം തന്നെ നിർവഹിച്ചിരിക്കുകയാണ്. നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇത് മുന്നോട്ട് പോകാനുണ്ട്. ഈ നാഷണൽ നെറ്റ് ചാനൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ എല്ലാവരുടെയും ശ്രദ്ധ പതിയട്ടെ. അവർക്ക് വേണ്ടുന്ന എല്ലാവിധമായ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാൻ, അതായത് മലയാളികൾ എവിടെയുണ്ടോ അവിടെ നമ്മളും ഉണ്ട് എന്നുള്ള രീതിയിൽ കൂടെ മറ്റ് ചാനലുകളെ പോലെ ഒരു ഉയർന്ന നിലയിലെത്തുവാനും എല്ലാവരുടെയും കലാപരമായും സാഹിത്യപരമായിട്ടുള്ള എല്ലാ കഴിവുകളും നമ്മുടെ ചാനലിലൂടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി വിൽസൺ കോശി സാറ് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. ബഹുമാന്യരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വളരെ ബലപ്പെട്ട ഒരു കർത്തവ്യത്തിലേക്കാണ് നാം ഒരുമിച്ച് പ്രവേശിച്ചത്. നാഷണൽ നെറ്റ് എന്നുള്ളത് ഞങ്ങളുടെ ഒരു അഭിമാനമായിരുന്നു. മാത്രമല്ല, ബഹുമാനപ്പെട്ട ജയേഷ് സാറ് തക്ക സമയത്ത് വന്ന് ഈ ദൗത്യം നിർവഹിക്കുവാൻ കാണിച്ച ആ വലിയ മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് എന്നുള്ള ചാനൽ കൊണ്ട്. നമ്മുടെ ഈ നാഷണൽ നെറ്റ് ചാനലിൻ്റെ ഡയറക്ടറായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നടനും അതുപോലെ തന്നെ കേരള കലാ സാഹിത്യവേദിയുടെ സംസ്ഥാന ട്രഷററുമായ RJ സുമേഷ് അവറുകളാണ്. അദ്ദേഹം ഈ ചാനലിനെക്കുറിച്ച് അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് ചാനലിനെക്കുറിച്ചും നാഷണൽ നെറ്റ് മീഡിയയെക്കുറിച്ചും രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം, സ്നേഹവന്ദനം. ഒരുപാട് അഭിമാനമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള സാഹിത്യഭവൻ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ കേരള കലാസാഹിത്യവേദി എന്ന് പറയുന്ന ഒരു കലാസാഹിത്യ സംഘടന വളരെ നാളുകളായിട്ട് പ്രവർത്തിച്ചു വരുന്നു. നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ട് ആളുകൾക്ക് അവരുടേത് വിഷ്വലായിട്ടും കൂടി അവതരിപ്പിക്കാനുള്ളൊരു അവസരം ഒരുക്കുന്നതിനാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും മതപരമായ വിദ്വേഷങ്ങളില്ലാത്ത, രാഷ്ട്രീയപരമായ വിദ്വേഷങ്ങളില്ലാത്ത ജെനുവിനായിട്ടുള്ള വാർത്തകൾക്ക് വേണ്ടി മാത്രം
നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണ് നാഷണൽ നെറ്റ്. ബഹുമാനപ്പെട്ട ചെയർമാൻ അലിയാർ എരുമേലി സാറാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും ഉദ്ഘാടകനായിട്ട് കിട്ടിയിരിക്കുന്നത് കിട്ടാവുന്നതിൽ ഏറ്റവും മഹത്തായ ഒരു വ്യക്തിയെ തന്നെയാണ്. കാരണം ജീവകാരുണ്യ ചാനലെന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന മലനാട് ടി വിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ ജയേഷ് അവർകളാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഉദ്ഘാടകനായിട്ട് എത്തിയത്. തീർച്ചയായിട്ടും നമ്മളോടൊപ്പം സഹകരിക്കാമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും നമുക്കും കൈകോർന്ന് ചേർന്നുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാം. ഇതൊരു നല്ല പ്രസ്ഥാനമായിട്ട് വളരാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവണം. പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. You are watching India's first NGO television, Malanadu TV India.